വെൽക്കം ഓൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോർത്ത് മോഡ്യൂളിലെ സ്പെസിഫിക് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഇത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെയും പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ബെർണോളിസ് തിയറം പ്രകാരം E ഈക്വൽ ടു Z പ്ലസ് H പ്ലസ് V²/2G എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനൊരു സ്ട്രീം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ദിസ് ബി ദ ചാനൽ ബോട്ടം. ദെൻ ചാനൽ ബോട്ടത്തിന് താഴെയായിട്ട് നമ്മളൊരു ഡാറ്റം കൺസിഡർ ചെയ്യുന്നു. ഇത് വാട്ടറിന്റെ ഫ്രീ സർഫസ് ലെവലാണ്. ദെൻ ഇതെന്ന് പറയുന്ന ടോട്ടൽ എനർജി ലൈനാണ്. ഓക്കെ, സോ ഇവിടെ Z എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഹെഡാണ്, H എന്ന് പറയുന്ന പ്രഷർ ഹെഡാണ്, V²/2G എന്ന് പറയുന്നത് കൈനറ്റിക് ഹെഡാണ്. സോ ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ദെൻ ഇഫ് ദ ചാനൽ ബോട്ടം ഈസ് കൺസിഡേർഡ് ആസ് ദ ഡാറ്റം, നമ്മൾ പ്രത്യേകം ഡാറ്റം കൺസിഡർ ചെയ്യാതെ ചാനൽ ബോട്ടം തന്നെ ഡാറ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ബിക്കംസ് H പ്ലസ് V²/2G എന്ന് കിട്ടും. H പ്ലസ് V²/2G എന്ന് കിട്ടും. സോ ഈ ഇക്വേഷനെയാണ്, ഈ H പ്ലസ് V²/2G എന്ന് പറയുന്ന ഈ ഇക്വേഷനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് എനർജി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ടം ഓഫ് ദി ചാനൽ. ബോട്ടത്തിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള എനർജിക്കാണ് നമ്മൾ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ H പ്ലസ് V²/2G ആണ് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈ സ്പെസിഫിക് എനർജി കർവ്. സ്പെസിഫിക് എനർജി കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ it is defined as the curve which shows the variation of specific energy with depth of flow. Depth of flow അനുസരിച്ചിട്ട് ഡെപ്ത് ഓഫ് ഫ്ലോ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സ്പെസിഫിക് എനർജി എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് കാണിക്കുന്ന കർവിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നെന്ന് നോക്കാം. നമുക്കറിയാം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ H പ്ലസ് V²/2G ആണ്. അങ്ങനെ ഞാൻ പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന്, കാരണം H എന്ന് പറയുന്ന പ്രഷർ എനർജിയാണ്, V²/2G എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയാണ്. പ്രഷർ എനർജിക്ക് ഞാൻ EP എന്ന് കൊടുത്തു, കൈനറ്റിക് എനർജിക്ക് ഞാൻ EK എന്ന് കൊടുത്തു. സോ EP എന്ന് പറയുന്ന H ആണ്, EK എന്ന് പറയുന്നത് V²/2G ആണ്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് എഴുതാൻ പറ്റും. വെലോസിറ്റിനെ ഡിസ്ചാർജ് Q ബൈ ഏരിയ A എന്ന് എഴുതാൻ പറ്റും. ദെൻ ഏരിയക്ക് ഞാൻ റെക്ടാങ്കുലർ ചാനലാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് B ഇൻറ്റു H ആണ്. സോ ഇക്വേഷൻ ബിക്കംസ് Q ബൈ B ഇൻറ്റു H എന്ന് വരും. ഓക്കെ, B എന്ന് പറയുന്ന വിഡ്ത്ത് ആണ്, H എന്ന് പറയുന്നത് ഡെപ്ത് ആണ്. ഇനി ഈ Q ബൈ B എന്ന് പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്തിനെ സ്മോൾ q എന്ന് എനിക്ക് ഡിനോട്ട് ചെയ്യാം. സോ ഇക്വേഷൻ ബിക്കംസ് Q ബൈ H. സോ V ഈക്വൽ ടു Q ബൈ H എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഞാൻ ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ V²/2G ആണ്. ഇവിടെ Vക്ക് ഞാൻ Q ബൈ H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. V²ന് Q ബൈ H ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു ബൈ 2G. സോ ഇക്വേഷൻ ബിക്കം Q²/2G H² എന്ന് കിട്ടും. സോ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ അപ്പം എങ്ങനെയായിട്ട് മാറും? E പ്ലസ് H പ്ലസ് Q²/2G H² എന്ന് കിട്ടും. V²/2Gക്ക് പകരം Q²/2G H² എന്ന് കിട്ടും. സോ E ഈക്വൽ ടു H പ്ലസ് Q²/2G H². ഇവിടെ H എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പ്രഷർ എനർജിയാണ്. Q²/2G H² എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഇനി നമ്മൾ സ്പെസിഫിക് എനർജി കർവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം draw the pressure energy, draw a curve for pressure energy. Pressure എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് EP ഈക്വൽ ടു H ആണ്. EP ഈക്വൽ ടു H ആണ് പ്രഷർ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. EP ഈക്വൽ ടു H ന് കറസ്പോണ്ടിങ് ഒരു കർവ് വരയ്ക്കുക, ലൈൻ. സോ EP ഈക്വൽ ടു H എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. സോ നമുക്ക് കിട്ടുന്നത് ഇത് നോക്കുക, ഇതാണ് സ്പെസിഫിക് എനർജി കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം EP ഈക്വൽ ടു H ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കർവ് വരച്ചു. അതെന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇൻക്ലൈൻഡ് ടു ദി ഹൊറിസോണ്ടൽ ബൈ 45 ഡിഗ്രി. 45 ഡിഗ്രിക്ക്, അതായത് ഹൊറിസോണ്ടലിൽ നിന്ന് 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പ്രഷർ എനർജിയുടെ കർവ് വരയ്ക്കുമ്പോൾ. സിമിലർലി നിങ്ങൾ കൈനറ്റിക് എനർജിക്കും ഒരു കർവ് വരയ്ക്കുക. Then draw another curve for kinetic energy. Kinetic energy equation എന്ന് പറഞ്ഞാൽ Q² by 2G H² ആണ്.
ഇവിടെ Q²/2g എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് h² മാത്രമാണ്. സോ ഞാൻ ഈ Q²/2gക്ക് k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. k ഒരു കോൺസ്റ്റന്റ് ആണ്, വാല്യൂ Q²/2g ആണ്. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ മാറും, EK = k/h² എന്ന് പറയും. ഇത് എന്തിന്റെ ഇക്വേഷൻ? ഇതൊരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. സോ ഇതിന് റെസ്പെക്ട് ആയിട്ട് ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പരാബോള ആയിരിക്കും. താഴെ ഫിഗർ നോക്കിക്കേ, ഇതാണ് E = Q²/2g h² അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കർവിന്റെ കർവ് എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജിയുടെ കർവ് ഇങ്ങനെ പരാബോളയായിട്ട് കിട്ടും. സോ പ്രഷർ എനർജിയുടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടി, കൈനറ്റിക് എനർജിയുടെ നമുക്കൊരു പരാബോളയായിട്ട് കിട്ടി. ഈ രണ്ട് കർവും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ഇങ്ങനൊരു കർവ് നിങ്ങൾക്ക് കിട്ടും. ACB എന്ന് പറയുന്ന ഒരു കർവ് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ആക്ച്വലി ദ സ്പെസിഫിക് എനർജി കർവ്. E = h+Q²/2g h² കർവാണ് ഇങ്ങനെ കിട്ടുന്നത്. സോ ഈ രണ്ട് കർവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കർവ് കിട്ടുന്നത്. സോ ഇതാണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. സോ ഇവിടെ എക്സ് ആക്സിസിൽ സ്പെസിഫിക് എനർജിയും y ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോയും ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡെപ്ത് ഓഫ് ഫ്ലോയ്ക്ക് അനുസരിച്ച് സ്പെസിഫിക് എനർജി എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് കാണിക്കുന്ന കർവാണ്. ACB എന്ന് പറയുന്നതാണ് ഇവിടെ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. So next topic is critical depth. Critical depth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the depth at which specific energy is minimum. Specific energy minimum ആവുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ ഒക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. സോ അതിനെ HC എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക് എനർജി കർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ഉണ്ടാവുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ACB ആണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ സ്പെസിഫിക് എനർജി ഡിനോട്ട് ചെയ്തിരിക്കുന്നു, y ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ കാണിച്ചിരിക്കുന്നു. സോ നിങ്ങൾ ഈ കർവ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മിനിമം സ്പെസിഫിക് എനർജി ഉണ്ടാവുന്നത് ഈ പോയിന്റ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. സിക്ക് ശേഷം അങ്ങോട്ട് സ്പെസിഫിക് എനർജി കൂടി പോവുകയാണ്. ഓക്കെ, സോ ഈ ലാണ് മിനിമം സ്പെസിഫിക് എനർജി ഉണ്ടാവുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ എത്രയാണെന്ന് നോക്കുക. ദാറ്റ് വിൽ ബി ദ ക്രിട്ടിക്കൽ ഡെപ്ത്. ഇവിടെ പോയിന്റ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ആണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്പെസിഫിക് എനർജി ഇക്വേഷന് നമ്മൾ വിത്ത് റെസ്പെക്ട് h ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. DE/dH = 0. ഇവിടെ സ്പെസിഫിക് എനർജിയാണ് E എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ നമുക്കറിയാം h+Q²/2g h² ആണ്. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു h. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ടൈം h ആണ്, അതിന്റെ ഡിഫറൻഷ്യൽ 1 എന്ന് കിട്ടും. സെക്കൻഡ് ടൈം നോക്കി കഴിഞ്ഞാൽ Q²/2g h² ആണ്. അതിനകത്ത് Q²/2g എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. Q²/2g കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഉള്ള വേരിയബിൾ എന്ന് പറയുന്നത് 1/h² ആണ്. 1/h² ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് -2/h³ ആണ്. ദെൻ ഇവിടെ താഴെ ഒരു 2 ഉണ്ട്, മുകളിൽ ഒരു 2 ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഈ മൈനസ് ഇങ്ങോട്ട് എടുക്കുക. സോ 1 - Q²/g h³ = 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിനകത്ത് Q²/2g ഇനി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് Q²/g h³ = 1 എന്ന് കിട്ടും. ദെൻ അതിൽ നിന്ന് h³ കണ്ടുപിടിക്കുക. h³ = Q²/g എന്ന് കിട്ടും. സോ h = Q²/g ⁻³ 1/3 എന്ന് കിട്ടും. സോ സ്പെസിഫിക് എനർജി മിനിമം ആവുമ്പം ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആവും. സോ HCന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. HC = Q²/g ⁻³ 1/3 എന്ന് കിട്ടും. Okay, this is the expression for critical depth. HC = Q²/g ⁻³ 1/3. And next topic is critical velocity. Okay, so critical depth ഉള്ള വെലോസിറ്റിക്കാണ് നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്തിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്ന VC എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്ന നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടുന്നത്. ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ടുമുമ്പ് കണ്ടുപിടിച്ചു. HC = Q²/g ⁻³ 1/3 എന്ന് കിട്ടി. പിന്നെ രണ്ട് സൈഡ് നിങ്ങൾ ക്യൂബ് ചെയ്യുക. അപ്പം അങ്ങനെ കിട്ടും HC³ = Q²/g എന്ന് കിട്ടും. സോ ഈ g ഇനി റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. സോ HC³ = Q² എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം സ്മോൾ q എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ വിഡ്ത്ത് ആണ്, Q/b ആണ്. ഞാൻ ഡിസ്ചാർജിന് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ A × V/b എന്ന് കിട്ടും.
നമുക്കറിയാം എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഏരിയക്ക് ഞാൻ റെക്ടാങ്കുലർ ചാനലാണെങ്കിൽ ബി ഇൻറ്റു എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ ഞാൻ ബി ഇൻറ്റു എച്ച് എന്ന് കൊടുത്തു. സോ ബി ഇൻറ്റു എച്ച് ഇൻറ്റു വി ബൈ ബി എന്ന് കിട്ടും. ഈ ബിയും ക്യാൻസൽ ചെയ്ത് പോകും. സോ എച്ച് ഇൻറ്റു വി എന്ന് കിട്ടും. ദെൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എച്ചിന് എച്ച് സിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിക്ക് വി സിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എനിക്ക് സ്മോൾ ക്യൂ ഈക്വൽ ടു എച്ച് സി ഇൻറ്റു വി സി എന്ന് കിട്ടി. ഈ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ക്യൂവിന് പകരം എച്ച് സി ഇൻറ്റു വി സിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ വരും? ജി എച്ച് സി ക്യൂബ് ഈക്വൽ ടു എച്ച് സി. സോ ജി എച്ച് സി ക്യൂബ് ഈക്വൽ ടു എച്ച് സി ഇൻറ്റു വി സി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ജി എച്ച് സി ക്യൂബ് ഈക്വൽ ടു എച്ച് സി സ്ക്വയർ ഇൻറ്റു വി സി സ്ക്വയർ. ഇവിടെ എച്ച് സി സ്ക്വയർ ഉണ്ട്, ഇവിടെ എച്ച് സി ക്യൂബ് ഉണ്ട്. എച്ച് സി ഈ സ്ക്വയറും ഈ ക്യൂബും വെട്ടിപ്പോവും. സോ ജി എച്ച് സി ഈക്വൽ ടു വി സി സ്ക്വയർ എന്ന് കിട്ടും. സോ വി സി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എച്ച് സി എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ക്രിട്ടിക്കൽ വെലോസിറ്റി. വി സി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എച്ച് സി എന്ന് കിട്ടും. സോ നെക്സ്റ്റ് ഈസ് മിനിമം സ്പെസിഫിക് എനർജി ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത്. നമുക്ക് മിനിമം സ്പെസിഫിക് എനർജിക്ക് ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കാം. നമുക്കറിയാം സ്പെസിഫിക് എനർജി ഇ ഈക്വൽ ടു എച്ച് പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 2g h സ്ക്വയർ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നോർമൽ സ്പെസിഫിക് എനർജിയാണ്. സോ ഈ സ്പെസിഫിക് എനർജി മിനിമം ആവുമ്പോൾ, അതായത് ഈ മിനിമം ആവുമ്പം എച്ച് ബിക്കംസ് എച്ച് സി ആവും, അതായത് ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആവും. സോ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈ മിനിമം എന്ന് പറയുന്നത് എച്ച് സി പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 2g h c സ്ക്വയർ ആയിരിക്കും. അതായത് ഈ മിനിമം ആയപ്പം എച്ച് സി ആയി. അങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം, നമുക്ക് എച്ച് സിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എച്ച് സി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ സ്ക്വയർ ബൈ ജി ദി ഓൾ റേസ് ടു 1/3 ആണ്. ഓക്കെ, ഇതിനെ ക്യൂബ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്യൂബ് ചെയ്യുമ്പോൾ എച്ച് സി ക്യൂബ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഈ ഇക്വേഷൻ നമ്പർ 1 നോക്കിക്കേ. ഇതിനകത്ത് ക്യൂ സ്ക്വയർ ബൈ ജി എന്ന് പറയുന്ന ടേം ഉണ്ട്. ഈ ക്യൂ സ്ക്വയർ ബൈ ജിക്ക് എനിക്ക് എച്ച് സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഇക്വേഷൻ നമ്പർ 1 ക്യൂ സ്ക്വയർ ബൈ ജിക്ക് പകരം ഞാൻ എച്ച് സി ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ മിനിമത്തിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഈ മിനിമം ഈക്വൽ ടു എച്ച് സി പ്ലസ് എച്ച് സി ക്യൂബ് ബൈ 2 HC സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഈ എച്ച് സി സ്ക്വയറും ഈ ക്യൂബും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എച്ച് സി എന്ന് കിട്ടും. സോ എച്ച് സി പ്ലസ് എച്ച് സി ബൈ 2 ദാറ്റ് ഈസ് 3/2 HC. So E minimum equal to 3/2 HC. So this is the expression for minimum specific energy in terms of critical depth. E minimum equal to 3/2 HC. So next, alternate depths. Alternate ഡെപ്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് എനർജി കർവ് നോക്കിക്കഴിഞ്ഞാൽ, സോ ഇതാണ് സ്പെസിഫിക് എനർജി കർവ്. CB എന്ന് പറയുന്നതാണ് സ്പെസിഫിക് എനർജി കർവ്. ഈ സ്പെസിഫിക് എനർജി കർവിൽ ഈ മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്താണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ മിനിമം അല്ലാതെ വേറെ ഏത് സ്പെസിഫിക് എനർജി കൺസിഡർ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡെപ്തുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു സ്പെസിഫിക് എനർജി ഇ കൺസിഡർ ചെയ്യാം. സോ ഇതിന് കറസ്പോണ്ടിങ് മുകളിലോട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ഡെപ്ത് ഫ്ലോട്ടും ഇവിടെ ഒരു ഡെപ്ത് ഫ്ലോട്ടും. സോ ഇതിന് ഞാൻ H1 എന്ന് ഡിനോട്ട് ചെയ്തു, ഇതിന് ഞാൻ H2 എന്ന് ഡിനോട്ട് ചെയ്തു. സോ ഈ H1നെയും H2നെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ഡെപ്തുകളെന്ന് പറയുന്നത്. സോ മിനിമം സ്പെസിഫിക് എനർജി അല്ലാതെ വേറെ ഏത് സ്പെസിഫിക് എനർജി കൺസിഡർ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡെപ്തുകൾ ഉണ്ടാവും. ആ ഡെപ്തുകളെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ഡെപ്തുകളെന്ന് പറയുന്നത്. ഓക്കെ, സോ ആ സ്പെസിഫിക് എനർജി കർവിൽ H1 ഉം H2 ആണ് 2 ഡെപ്തുകൾ, ആൾട്ടർനേറ്റ് ഡെപ്തുകൾ. ഒരെണ്ണം ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലായിരിക്കും, ഒരെണ്ണം ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് നോർമൽ ക്രിട്ടിക്കൽ സ്ലോ. അതിന് മുമ്പ് നമുക്ക് ക്രിട്ടിക്കൽ ഫ്ലോ എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം, അതായത് സ്പെസിഫിക് എനർജി മിനിമം ആയിട്ടുള്ള ഫ്ലോ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്ലോ കറസ്പോണ്ടിങ് ടു ക്രിട്ടിക്കൽ ഡെപ്ത്. ക്രിട്ടിക്കൽ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ അല്ലെങ്കിൽ മിനിമം സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ഒക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം VC ഈക്വൽ ടു റൂട്ട് GHC ആണ്. ഇതിന് ഈ റൂട്ട് HC ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ ഞാൻ VC ബൈ റൂട്ട് GHC ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഈ
VC/√GHC എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രൂട്ട്സ് നമ്പറാണ്. ഫ്രൂട്ട്സ് നമ്പർ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. V/√GH ആണ്. സോ ഇവിടെ VC/√GHCക്ക് ഫ്രൂട്ട്സ് നമ്പർ FE എന്ന് കൊടുക്കാം. സോ FE = 1. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ. അതായത് ക്രിട്ടിക്കൽ ഫ്ലോ ആകുമ്പം ഫ്രൂട്ട്സ് നമ്പർ യൂഷ്വലി 1 ആയിരിക്കും. ഓക്കെ, ഇനി നോർമൽ ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്കറിയാം ക്രിട്ടിക്കൽ ഫ്ലോ ഉണ്ടാവുന്നത് സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡെപ്ത് ആകുമ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ ഫ്ലോ കിട്ടുന്നത്. സോ ഇതല്ലാതെ നമുക്ക് ബോട്ടം സ്ലോപ്പും ഡിസ്ചാർജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്രിട്ടിക്കൽ ഫ്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് അതിൻ്റെ ബോട്ടം സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ ഫ്ലോ കിട്ടും. അതായത് നോർമൽ ഡെപ്തിൽ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ ഫ്ലോ അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ ആ ഒരു പർട്ടിക്കുലർ സ്ലോപ്പിനെയാണ് നമ്മൾ നോർമൽ ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്രിട്ടിക്കൽ ഡെപ്ത് ആക്കാതെ തന്നെ നമുക്ക് ബോട്ടം സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ക്രിട്ടിക്കൽ ഫ്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ കറസ്പോണ്ടിങ് സ്ലോപ്പിനെയാണ് നമ്മൾ നോർമൽ ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇത് ഓൾറെഡി യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. A rectangular channel has a width of 1.8 meter and carries a discharge of 1.8 meter cube per second at a depth of 0.2 meter. Calculate the specific energy, depth alternate to the existing depth and fruits number at alternate depths. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ചാനലാണ്. അതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 1.8 മീറ്റർ, ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 1.8 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഡെപ്ത് തന്നിട്ടുണ്ട് 0.2 മീറ്റർ. ഒരു ഡെപ്ത് തന്നിട്ടുണ്ട്. അടുത്ത ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ആൾട്ടർനേറ്റ് ഡെപ്തുകളാണ്. ഒരു ഡെപ്ത് 0.2 മീറ്റർ ആണ്. അടുത്ത ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അതുകൂടാതെ സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കണം, ഫ്രൂട്ട്സ് നമ്പറും കണ്ടുപിടിക്കണം. ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസൊക്കെ എടുത്തെഴുതിയിട്ടുണ്ട്. വിഡ്ത്ത് 1.8 മീറ്റർ, ഡിസ്ചാർജ് 1.8 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, വൺ ഡെപ്ത് ഈസ് 0.2 മീറ്റർ. ദെൻ നമ്മൾ ആ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയും വെലോസിറ്റിയും അത് കണക്ക് തന്നെ സ്പെസിഫിക് എനർജിയൊക്കെ കണ്ടുപിടിക്കുകയാണ്. ഏരിയ എന്ന് പറയുന്നത് B/H ആണ്. സോ ഇവിടെ B/H1 വരും. ദാറ്റ് ഈസ് 1.8 × 0.2 0.36 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സിമിലർലി വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. സോ ഡിസ്ചാർജും അറിയാം, ഏരിയ അറിയാം. സോ നമുക്ക് വെലോസിറ്റി കിട്ടും 1.8/0.36 = 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ഈ വാല്യൂസ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാം. സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ E1 = H1 + V1² / 2g. ഇത് ആദ്യമുള്ള ഇക്വേഷനാണ്. H1 + V1² / 2g. ഇവിടെ H1 അറിയാം, നമുക്ക് തന്നെ V1 അറിയാം. സോ അത് വെച്ചിട്ട് നമ്മൾ E1 കണ്ടുപിടിച്ചിരിക്കുന്നു. നമുക്ക് 1.472 മീറ്റർ എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക. A2 എന്ന് പറയുന്നത് B/H2 ആണ്. H2 നമുക്ക് അറിയത്തില്ല. ബിയുടെ വാല്യൂ 1.8 ആണ്. സോ 1.8 H2 എന്ന് കിട്ടും. കണക്ക് തന്നെ വെലോസിറ്റി അറ്റ് സെക്കൻഡ് പോയിന്റ് V2 എന്ന് പറയുന്നത് Q/A2 ആണ്. സോ 1.8. ഡിസ്ചാർജ് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. 1.8/1 B/H, ദാറ്റ് ഈസ് 1.8 × H2 എന്ന് വരും. സോ 1.8 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/H2 എന്ന് കിട്ടും. സോ ഇത് രണ്ടും കൂടെ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ E2 = H2 + V2² / 2g. E2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്പെസിഫിക് എനർജിയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ H1-നും H2-നും കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ സ്പെസിഫിക് എനർജി എന്നായിരിക്കും കാണുന്നത്. നിങ്ങൾ സ്പെസിഫിക് എനർജി കർവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതായിരുന്നു സ്പെസിഫിക് എനർജി കർവ്. ഒരു സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ആയിരിക്കും H1 H2 ഉള്ളത്. സോ H1-നും H2-നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. H1-ന്റെ H2-ന്റെ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ ഇവിടെ E1-ഉം E2-ഉം സെയിം തന്നെയാണ്. സോ E1-ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1.472 മീറ്റർ ആണ്. അത് തന്നെ ആയിരിക്കും E2-ന്റെ വാല്യൂ. സോ E2-ന്റെ ഇക്വേഷൻ H2 + V2² / 2g. H-ന് H2 എന്ന് കൊടുക്കുക, Vക്ക് V2 എന്ന് കൊടുക്കുക. V2² / 2g = 1.472. അതായത് E1-ന്റെ വാല്യൂ തന്നെ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ H2 + V2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1/H2 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. H2 + 1/H2 2² / 2g = 1.472. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. H2 + 1/2g H2² = 1.472. ഈ 1/2g ഇതെല്ലാം കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ ജിയുടെ വാല്യൂ 9.81 ആണ്. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് H2 +
0.05 by H2 square equal 1.472 എന്ന് കിട്ടും. ദെൻ ഇത് വീണ്ടും സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നു. ഈ H2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നുമ്പോൾ H2 ക്യൂബ് ആവും. H2 ക്യൂബ് പ്ലസ് 0.05 ഈക്വൽ ടു 1.72 H2 സ്ക്വയർ എന്ന് കിട്ടും. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. സോ അതിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പം ഇതാ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. H2 ക്യൂബ് മൈനസ് 1.472 H2 സ്ക്വയർ പ്ലസ് 0.05 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഈ ഇക്വേഷൻ നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി H2ന് 3 വാല്യൂസ് കിട്ടും. ഒരു വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ഒരു വാല്യൂ മിക്കവാറും H1-നെക്കാട്ടിയും ചെറിയ വാല്യൂ, H1 എന്ന് പറയുന്നത് 0.2 ആയിരുന്നു, H1-നെക്കാട്ടിയും ചെറിയൊരു വാല്യൂ ആയിരിക്കും, ഒരു വാല്യൂ വലിയ വാല്യൂ ആയിരിക്കും. സോ നിങ്ങൾ ആ ബിഗ്ഗർ വാല്യൂ ചൂസ് ചെയ്യാം. അതായത് H1-നെക്കാട്ടിയും വലിയ വാല്യൂ നിങ്ങൾ H2ന് ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് 3 വാല്യൂസ് കിട്ടും. അതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്യുക H2ന്. സോ ഇവിടെ H2 = 1.45 മീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്പെസിഫിക് എനർജി കണ്ടുപിടിച്ചു, 2 ഡെപ്തുകൾ നമുക്കായി. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന 2 ഫ്രൂട്ട്സ് നമ്പറുകളാണ്. ഫ്രൂട്ട് നമ്പറിന്റെ ഇക്വേഷൻ നമുക്കറിയാം V/√GH ആണ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രൂട്ട്സ് നമ്പർ കണ്ടുപിടിക്കുക. F1 = V1/√GH1. V1-ന്റെയും H1-ന്റെയും Gയുടെ എല്ലാം വാല്യൂസ് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3.57 കിട്ടും. സെക്കൻഡ് F2 = V2/√GH2. V2 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ Q/A2 എന്ന് പറഞ്ഞ് അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ V2 എന്ന് പറയുന്നത് 1/H2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. H2ന്റെ വാല്യൂ നമ്മൾ 1.45 എന്ന് കിട്ടി. സോ 1/1.45 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് V2ന്റെ വാല്യൂ കിട്ടും. V2 0.69 എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി GH2 എല്ലാം അറിയാം, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് നമ്പർ നമുക്ക് 0.183 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ സിമിലർ പാറ്റേണിലുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കണക്കുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് കണക്ക് തന്നെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിനകത്ത് സിമിലർ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിന് മുമ്പ് ഇതേ പാറ്റേണിൽ വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇത് മുമ്പ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ സിമിലർ പാറ്റേണിൽ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. റെക്ടാങ്കുലർ ചാനൽ 2.5 meter wide has a specific energy of 1.5 meter when carrying a discharge of 6.48 meter cube per second. Calculate the alternate depth and corresponding Froude number. ഇവിടെ നമുക്ക് സ്പെസിഫിക് എനർജി തന്നിട്ടുണ്ട്, ചാനലിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, അതേ കണക്ക് തന്നെ ഡിസ്ചാർജും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആൾട്ടർനേറ്റ് ഡെപ്തുകൾ 2 ഇവിടെ തന്നിട്ടില്ല, അതായത് H1 H2 തന്നിട്ടില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഒരു ആൾട്ടർനേറ്റ് ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ആക്ച്വലി നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡെപ്ത് ഏതെങ്കിലും ഒരെണ്ണം തന്നാൽ മാത്രമേ നമുക്ക് യൂഷ്വലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഇക്വേഷൻ, ഈ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ ആൻസർ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ചില എക്സ്പ്രഷൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. ക്വസ്റ്റ്യൻ വന്നൊരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടത്തില്ല, നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസേ കിട്ടത്തുള്ളൂ. സോ ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് ഇത് കണക്കൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എഫിൻ്റെ ഒരു, അതായത് ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കണക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നൊരു ഫൈനൽ എക്സ്പ്രഷൻ. ഈ ഫോമിലൊരു ഫൈനൽ എക്സ്പ്രഷൻ മാത്രമേ കിട്ടത്തുള്ളൂ, നമുക്ക് പ്രോപ്പർ വാല്യൂസ് നമുക്ക് കിട്ടത്തില്ല.